ടേക്ക് ഹിം ഇൻസൈഡ്. ജോർജ് അല്ലേ? ഞാൻ ഡോക്ടർ ഫിറോസ്. ഫ്രാൻസ് വിളിച്ചിരുന്നു. ഞാൻ നോക്കട്ടെ. ആക്സിഡന്റ് ആയതുകൊണ്ട് പോലീസിൽ ഇവർ അറിയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ യൂഷ്വൽ പ്രൊസീജിയർ. ഡോണ്ട് വറി. സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓ, 2 അല്ലേ? ഓക്കെ ഏതെവിടെ ആക്സിഡന്റ് കേസ് വന്നത്? സർ, കാഷ്വാലിറ്റിയിലാണ് സർ. ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആരാ കൊണ്ടുവന്നത്? ഒരു മിനിറ്റ് സർ. 1 മിസ്റ്റർ ജോർജി ജേക്കബ്. എന്തായി പോപ്പേട്ടാ? ഡീറ്റെയിൽസ് എടുത്തോ? എടുത്തു സാർ. ആ, ഇവരാണോ? ഇന്ന് രാത്രി ഇച്ചിരി പണി കൂടുമല്ലോ. വാ. നമസ്കാരം മാഡം. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? സർ, ആക്സിഡൻ്റ് ആയിരുന്നു. ആള് മുന്നേ ചാടി ഇടിച്ചു എന്നാ തോന്നണേ. ഓ, വണ്ടി ഓടിച്ച മാഡം തന്നെയല്ലേ? അല്ല സാറേ, ഞാനാ ഓടിച്ചു. അതെങ്ങനെയാടാ? മാഡം വണ്ടി എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടതല്ലേ? സാർ, അവിടുന്ന് വിട്ട ഉടനെ റിയോ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നോണ്ട് ഞങ്ങൾ മാറിയിരുന്നായിരുന്നു. ഞാനാ ഓടിച്ചു. ഇതെവിടെ വെച്ചാ സംഭവം? പറവൂര് കാവിലെത്തുന്നതിന് മുമ്പ്. ഇടികൊണ്ട ആളുടെ അവസ്ഥ എന്താ? അറിയില്ല, ഡോക്ടർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അവൻ നിങ്ങളോട് വല്ലതും സംസാരിച്ചായിരുന്നു? ഇല്ല സാറേ, ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ട് ഇരി, ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. ഇവർ രണ്ടുപേരുടെ മൊഴിയെടുക്കണം വിശദമായിട്ട്. ശരി സാർ. ആ പെണ്ണിന്റെ ഭാവം കണ്ടിട്ട് ആ പയ്യൻ പറയുന്ന മുഴുവൻ പച്ചക്കള്ളോ. പ്രദീപിനെ വിളിച്ച് പറവൂർ ഭാഗത്തുള്ള CCTV മുഴുവൻ ചെക്ക് ചെയ്യാൻ പറയണം. ഓക്കെ സാർ. വണ്ടി ഓടിച്ച് അവൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ശരി. ആ പിന്നെ അവൻ്റെ മെഡിക്കൽ കൂടി നിർത്തേക്ക്. സാർ. ഏകദേശം എത്ര സമയം കാണും? സമയം 1 മണിക്കൂർ. ഈ സ്പോട്ട് പറവൂരത്തിന് മുന്നല്ലേ? അതെ. ആരാ വണ്ടി ഓടിച്ചത്? വണ്ടി അയാളുടേതാണോ? അല്ല. അമ്മണി, ജോർജി, ഞാനിവിടെ പുറത്തുണ്ട്. നീ ആ വണ്ടി ഒതുക്കിയിട്ടിട്ട് അവിടെ നിന്നു. ഞാൻ വിളിക്കാം. ഓക്കെ. എവിടേക്ക് പോയിരുന്നു? ഡോക്ടർ എന്താ സാറേ പറഞ്ഞ? ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പറവൂർ കവലയ്ക്ക് മുമ്പുള്ള ഹൗസിംഗ് കോളനി അതല്ലേ സ്പോട്ടെന്ന് പറഞ്ഞത്? അതെ സാറേ. നിനക്ക് ഇയാളെ നേരത്തെ അറിയോ? ഇല്ല സാറേ. എന്നാ പിന്നെ ഞങ്ങൾ പോക്കോട്ടെ സാറേ. എങ്ങോട്ട്? റിയ വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു. അവിടെ പോയിടാ, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി. സാറേ, ഇതൊരു ആക്സിഡന്റ് കേസല്ലേ സാറേ? വണ്ടി ഓടിച്ചോ ഞാനും. റിയ എന്തിനാ ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്യുന്നത്? നിന്നോട് ആരാടാ പറഞ്ഞത് വെറും ആക്സിഡന്റ് കേസാണെന്ന്? 307 IPC കേട്ടിട്ടുണ്ടോ നീ? അറ്റംപ്റ്റ് മർഡർ. സർ, അതിന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ? അത് തെളിയിക്കാനാ ഞങ്ങളിവിടെ ഉള്ളത്, പോലീസ്. സാറേ, എന്താ സാറേ? ഏട്ടാ, അകത്ത് കിടക്കുന്നവൻ്റെ ദേഹത്തെ 2 വെട്ടേറ്റിട്ടുണ്ട്, വയറിലും മുതുകിലും. കുറെ ചോരയും പോയിട്ടുണ്ട്. ഇപ്പൊ ഇത് വെറും 307. അകത്ത് കിടക്കുന്നവനങ്ങനെ തട്ടിപ്പോയാണ്ടല്ലോ കളിമാർ. പിന്നെ 302 ക്ലിയർ കേസ് ഓഫ് മർഡർ. മക്കളെ, ഇന്ന് രാത്രി 2 പേര് നന്നായിട്ടൊന്ന് വിയർക്കും. പപ്പേട്ടാ, സാർ, ഇവരെ പിടിച്ച് അങ്ങോട്ടിരുത്. ശരി സാർ. ഞാനൊന്ന് സ്പോട്ട് വരെ പോയിട്ട് വരാം. സാർ.
ഈ സാധനം ഓര് കൊണ്ടുപോയി എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണോടോ? ഉറപ്പാണ് സാറേ, ഞങ്ങൾ കണ്ടതല്ലേ. ഒരു ചെറുക്കനും ഒരു പെണ്ണും കൂടിയാണ് ബാലു സാറിന് വണ്ടിക്കകത്താക്കിയത്. അത് കഴിഞ്ഞ് ആ ചെറുക്കൻ തന്നെയാണ് ബാഗ് എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത്. ഞങ്ങൾ കണ്ടതാണ് സാറേ, പക്ഷെ പെട്ടെന്നുള്ള സാഹചര്യം കാരണം കയറി ഇടപെടാനും പറ്റിയില്ല. അല്ലെങ്കിൽ ഈയൊക്കെ കൂടെ അങ്ങോട്ട് മാലത്തേനെ ഇറക്കി വിടറോ. നിങ്ങൾ ചെല്ലേ. ജലീലേ സാർ, 1ഉം 2ഉം അല്ല, 18 കിലോ സ്വർണ്ണാന്ന് ആ ബാഗില്. വല്ല ബിവരവും കിട്ടിയോടോ? ചാക്കോ അന്വേഷിക്കുന്നുണ്ട്. ആക്സിഡന്റ് കേസല്ലേ, ഈ നാട് വിട്ടു പോകാൻ വഴിയില്ല. മാത്രമല്ല നമ്മൾ ആൾക്കാർ എല്ലാ ഹോസ്പിറ്റലും തപ്പുന്നുണ്ട്. ആണോ? ശരി, എന്നാ ഞാൻ വിളിക്കാം. സാറേ, ആ ആളെ കിട്ടി. കിട്ടിയ നമ്മുടെ പറവൂർ CI ബെനിമൂപ്പനല്ലേ, ആ. ആളുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ ബാലു? ബാലുവിനെ ക്രൈസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് ക്രിട്ടിക്കലാ. ഈ സാധനം ഓര് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടാ? ഇല്ല സാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ബെന്നിയോട് ആ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം. ആ വേണ്ട, വരട്ടെ. ഓരാ വിവരം പോലീസിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ആ ബാഗിൽ സ്വർണ്ണമുള്ള വിവരം ഓരോ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഓരത് മുക്കി. സാർ, ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ആ വണ്ടിയിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? ഉവ്വ. അത് മനോരമ ന്യൂസിലെ റിയ റോയിയ. ഉറപ്പാണോടോ? അതെ സാർ. സന്തോഷേ, സാറേ ഈ ഒരു ഡ്രിങ്ക് ഒഴിക്കടോ. ചാക്കോ. സാർ, ആ ഇതാ സാർ. ആ ബാഗിൽ സ്വർണ്ണമുള്ളത് ആ പെണ്ണ് അറിഞ്ഞിട്ടുണ്ടാവില്ലടോ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ആശുപത്രി മുഴുവൻ ഇപ്പം ചാനലുകാരെ കൊണ്ട് നിറയൂലേ? എന്തു വന്നിന്? അത് ശരിയാണ് സാർ. ആ ഈ ഒരു കാര്യം ആ, ചെയ്യും. സാർ. ഇപ്പം തന്നെ സിഐനെ വിളിച്ചിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ ചെക്കനെയും പെണ്ണിനെ അകത്തിട്ട് പൂട്ടിക്ക്. എന്നിട്ട് ഇപ്പം തന്നെ ഈ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ആ സിഐനെ സാക്ഷി നിർത്തിയിട്ട് ആ വണ്ടി മുഴുവൻ സെർച്ച് ചെയ്യണം കേട്ടാ. ആ, ഈ സ്വർണ്ണ കേസ് പുറത്തു കൊണ്ടുവന്നത് അവളാണല്ല. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അവളെ തന്നെ അറസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? തിരിയുന്നുണ്ടാ? ആ വാർത്ത ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്നെ ഈ ഒന്ന് പതറും. ഇതൊരു തീപ്പൊരിയാണ്ടോ, ഞമ്മക്കത് ആളി കത്തിക്കാന്ന്. അത് ഞാനേറ്റ്. ഇനി ഇതുപോലൊരു ചാൻസ് വീണ് കിട്ടൂല. ഞാൻ പറഞ്ഞ മനസ്സിലാവും. മനസ്സിലായി സാർ. എന്നാ വേഗം ചെല്ല്. സാർ. ഓ